കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നാടൻ കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ രാവിലെ ഒരു 7:30 മണി കഴിഞ്ഞിട്ടാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നാടൻ മത്തിക്കറിയും പിന്നെ പച്ചക്കറികൾ 2 തരം ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ മുതൽ രാത്രി വരെയുള്ളതൊന്നും കാണിക്കുന്നില്ല, കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 2-3 മണിക്കൂറത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നോട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത്, വാഴക്കൂമ്പ്. അപ്പോൾ ദിവസം വിചാരിക്കും അത് പറിക്കണമെന്ന്, അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഞാൻ പൊട്ടിച്ചു. ഇനി അത് വെച്ചിട്ടൊരു തോരൻ വെക്കണം. പിന്നെ അടുത്തത് ഞാൻ വാഴയ്ക്കും ചെറുപയറും കൂടെ ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മത്തി, നല്ല നാടൻ കുഞ്ഞൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മുളക് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. നേരത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് ഇൻഡക്ഷൻ അടുപ്പിലാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്യാസിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയും മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ റെസിപ്പി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു, മത്തിക്കറി. എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2-2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ മത്തിയുടെ ഒരു പൊട്ട മണം ഉണ്ടാവില്ല, അതുണ്ടാവില്ല കേട്ടോ. തിളച്ച് വരുമ്പോഴൊക്കെ നല്ലൊരു മണമായിരിക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ഞാനിങ്ങനെ ക്യൂബാക്കിയിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ അതൊരു ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലൊക്കെ ഉള്ള ഒരു പുളി എടുത്തിട്ട് അതും കുതിർത്ത് വെച്ചിരുന്നു, അത് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ അരച്ചില്ലേ, ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിക്കാം. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അത് വറ്റണ വരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ 2 ബൗളിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ രണ്ടിലും കറയുള്ള സാധനങ്ങളാണല്ലോ, വാഴയ്ക്കയും അതേപോലെ വാഴക്കൂമ്പും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഈ വാഴക്ക ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ വാഴക്കയും ചെറുപയറും കൂടെ ഒരു ഉപ്പേരി കഴിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ, ആ ഒരു കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പ്ലാൻ. പിന്നെ രാത്രി തന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഇത് 3 വാഴക്ക അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അത് മാറ്റിയേക്കാം. അതേപോലെ വാഴക്കൂമ്പും ഒന്ന് മുറിച്ചെടുക്കുക. വാഴക്കൂമ്പിൻ്റെ ആദ്യത്തെ ആ ഒരു 2 ഇതൾ ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഭാഗമാണ് മുറിക്കുന്നത്. അത് മുഴുവൻ മുറിച്ചെടുക്കുക. പക്ഷേ ആ പൂവിൻ്റെ അകത്തൊരു നാരുണ്ടാവും, അത് വേവൂല, അങ്ങനെ വടി പോലെ കിടക്കും. അതുകൊണ്ടാണ് ഞാനത് കളഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ളത് ചെറുതായി മുറിച്ചിട്ട് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം. വാഴക്കൂമ്പിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും അത് ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന മീൻ കറിയുടെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കിയാൽ മതി. അതിന് ശേഷം പിന്നെ ഇളക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മീൻ വേവണ സമയം കുറച്ച് മതിയല്ലോ. അപ്പോൾ അത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയേക്കാം. എന്നിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണിത്. പിന്നെ ഇനി നമുക്ക് ഉപ്പേരി വെക്കാം. അപ്പോൾ ഞാൻ ആ അടുപ്പിൽ തന്നെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് വഴറ്റാം. ചതച്ചെടുത്താലും മതി. ഇനി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുമ്പോൾ കുറച്ചൊരു മുളകിൻ്റെ ചതച്ചതില്ലേ, ചില്ലി ഫ്ലേക്സ്, അതിടാം. പിന്നെ കറിവേപ്പില ഇടാം. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറുപയർ ചേർക്കാം. ഞാൻ രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ചെറുപയർ. അപ്പോൾ നമ്മൾ അളവെടുക്കുകയാണെങ്കിൽ വാഴക്കപ്പം ഞാനൊരു എത്രയാണോ എടുത്ത് അതിൻ്റെ കുറച്ച് കുറവ് മതി കേട്ടോ ചെറുപയർ എടുക്കൽ. അതൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് എനിക്കൊരു ചെറിയ പണിയും കൂടെ ഉണ്ട്. ഇത് ചിയാ സീഡാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അത് കുറച്ചെടുത്തിട്ട് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം കേട്ടോ.
അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കുറേ വെള്ളം ഒഴിക്കരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ അതിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ആവി കയറും. അതിന് ശേഷം നമുക്ക് വാഴക്ക ചേർക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ എന്തായാലും കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ വാഴയ്ക്കും ഇതും കൂടെ ഒന്നിച്ച് വെന്തോളും. അപ്പോൾ നമുക്ക് വാഴക്ക ചേർക്കാം. വാഴക്കൻ്റെ കൂടെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ചെറിയ തീയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക, സിമ്മാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഞാൻ ജോലികളൊക്കെ അവിടെ ഇങ്ങനെ കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളവിടെ അപ്പുറത്തിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആൾ. ഞാൻ മുമ്പേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പാലൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്ന പൂച്ച. ഇവിടെ എപ്പോഴും വരാറുള്ളൊരു പൂച്ച കേട്ടോ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ജനലിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സമയം 9:15 കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എന്ന് കുറച്ച് വൈകി. അപ്പോൾ നൂൽപുട്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ അവിടെ റെഡിയാവും. ഇപ്പോൾ നമ്മൾ വെച്ച ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. വാഴക്കയും ചെറുപയർ വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് തന്നെയാണ്, കുതിർത്തത് കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെന്തു, അല്ലെങ്കിൽ അങ്ങനെ വേവില്ല. അപ്പോൾ വാഴക്കയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കാസറോളിൽ മാറ്റിയേക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം നമുക്ക് മറ്റേ വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി ഞാൻ ഉടനെ വെക്കണ്. തിരക്ക് പിടിച്ചിട്ട് ജോലി ചെയ്യണതിനൊരു കാരണമുണ്ട്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ച വാഴക്കൂമ്പ് ഇടാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/4 ഗ്ലാസ്സിലും കുറവ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു 3 ചെറിയുള്ളി, ഒരു വെളുത്തുള്ളിയും, ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ച് എടുക്കുക എല്ലാം കൂടെ. ഇപ്പോൾ വാഴക്കൂമ്പിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി കേട്ടോ. തേങ്ങയിലൊക്കെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ അത് വേവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് അടച്ച് വെക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ആ തേങ്ങയിലത്തെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നന്നായി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി. ഇനി ഒന്ന് താളിക്കേ വേണ്ടുള്ളൂ. സാധാരണ താളിക്കുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണയും കടുകും 2 ഉണക്കമുളക് പൊട്ടിച്ചതും കറിവേപ്പിലിട്ടിട്ട് നമുക്ക് താളിച്ച് വയ്ക്കാം. അപ്പോൾ വാഴക്കൂമ്പ് തോരനും ഇവിടെ റെഡിയായി. അപ്പോൾ കറിയും 2 ഉപ്പേരികളൊക്കെ ആയിട്ട് അതിന് ചോറും അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് എന്നെ സഹായിക്കാൻ വരുന്ന ആൾ, വീട്ടുജോലിക്ക് സഹായിക്കാൻ വരുന്ന ആൾ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പണികളൊക്കെ താളം തെറ്റിയിരിക്കുക കേട്ടോ. ഇപ്പോൾ ചോറും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോഴേക്കും വണ്ടി കഴുകാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി എടുത്ത് പുറത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗാർഡനിൽ കുറച്ച് പണിയുണ്ടല്ലോ, അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിലത്തെ പണി വേഗം ഒരുക്കാൻ നോക്കിയത്. പക്ഷേ അത് നടന്നില്ല. കുറേ നാളായിട്ട് ഞാൻ വീട്ടിൽ ചെടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ആകെ കുളമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിയും വിചാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലല്ലോ നമ്മുടെ ഓരോ ദിവസം നടക്കുക, അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഇരിക്കും. അപ്പം വണ്ടി ഒന്ന് പുറത്തെടുത്തിട്ട് കൊടുത്തിട്ട് വണ്ടി കഴുകുമ്പോഴേക്കും ഞാൻ കിച്ചണൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കി വരാമെന്നാണ് പ്ലാൻ എൻ്റെ. അപ്പം എന്നാൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചെടികളുടെ പണികളും കഴിയുമല്ലോ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. 10 മണി കഴിഞ്ഞു. അപ്പോൾ കിച്ചണിൻ്റെ കോലം കണ്ടില്ലേ, ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷറിൽ ഇട്ടാലോ എന്ന് വിചാരിക്കുന്നു. അത്രയും സമയം ലാഭിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇത് കാണാത്തവർക്കൊന്ന് കാണിക്കുകയും ചെയ്യുക. ഡിഷ് വാഷർ യൂസ്ഫുൾ ആണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഒക്കെ പാത്രം കഴുകുന്ന കാര്യം നമ്മൾ അറിയേ വേണ്ട. അപ്പം ഞാനൊന്ന് അതൊക്കെ അതിൽ സെറ്റ് ചെയ്യണമൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ 2 ട്രേ ആണ് അതിൻ്റെ അകത്തുള്ളത്. അതിലേക്ക് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ കച്ചറുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു നെറ്റ് ഉണ്ട്, അത് അടഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ എന്തായാലും ഇപ്പോൾ സിങ്കിൽ ഇടുമ്പോൾ കുറച്ചൊന്ന് വെള്ളത്തിൽ ആക്കിയിട്ടാണല്ലോ ഇടുക. അപ്പോൾ അതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാ തരവും പാത്രവും ഞാൻ ഇതിലിടാറുണ്ട് കേട്ടോ. എല്ലാത്തരം പറഞ്ഞാൽ ചിലത് ഇടാൻ പറ്റാത്തത്, നമ്മളിപ്പോൾ കറിയൊക്കെ താളിച്ച ഒരു പാത്രമൊക്കെ ഇല്ലേ, ആ ഒരു കറുപ്പ് കളറിലുള്ള, അങ്ങനത്തെ ഒന്നും ഇതിലിട്ടാൽ വൃത്തിയാവുകയല്ല, അതിലൊരു വെള്ള ചാരം പോലെ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും ഇടാറില്ല. ബാക്കിയെല്ലാം ഇടാറുണ്ട് കേട്ടോ. പ്ലേറ്റുകളും ഗ്ലാസും എല്ലാ സാധനങ്ങളും ഇടാറുണ്ട്.
അപ്പോൾ ഇതിൻ്റെ 2 ട്രേയും ഓൾമോസ്റ്റ് ഫില്ലായിട്ടോ. സ്പൂണ്, കയ്യിൽ, ചട്ടകം അങ്ങനത്തെ ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിൻ്റെ സോപ്പാണ് അതിലിടേണ്ടത്. അതിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ടാവും, അതിലേക്ക് പൗഡർ കിട്ടും അതിൻ്റെ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യൂബ് പോലെയും കിട്ടും. ഏത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് നമുക്ക് എത്രയാണോ പാത്രം നമ്മൾ ഇട്ട് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 59 മിനിറ്റിലാണ് ആക്കണം കേട്ടോ. 2 ട്രേയും നിറഞ്ഞിരിക്കണമുണ്ട്. പിന്നെ അത് അവിടെ കിടന്ന് ആയിക്കോളും. അപ്പോൾ അതിൽ കൊള്ളാത്ത പാത്രങ്ങളും പിന്നെ അതിലിടാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഞാൻ കിച്ചണിൽ നിന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഡിഷ് വാഷർ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണെന്ന് തന്നെ പറയുള്ളൂ. കാരണം നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ വലിച്ചിടുമല്ലോ, പ്ലേറ്റുകളും ഗ്ലാസും കപ്പും ബൗളും പറഞ്ഞ പോലെ. അപ്പോൾ അതെല്ലാം അതിലങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്ത് നല്ല ചൂടുള്ള വെള്ളത്തിലും കഴുകും കേട്ടോ, സാനിറ്റൈസ് ചെയ്ത്. എന്നിട്ട് ഡ്രൈ ആയിട്ടാണ് വരിക. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ എടുത്തിട്ട് ഷെൽഫിലേക്ക് വെച്ചാൽ മതി, തുടക്കേണ്ടതൊന്നും പാടില്ല. അപ്പോൾ പിന്നെ നല്ല ഉപയോഗം തന്നെയാണ് ഡിഷ് വാഷർ കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് സോപ്പിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ മത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കിച്ചൺ നല്ല ഒരു സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഡിസിൻഫെക്റ്റൻ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് കേട്ടോ. കാരണം കുറേ കഴിയുമ്പോൾ നമ്മൾ രാവിലെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും കിച്ചണിൽ കയറിയ ഒരു പച്ച മണം ഉണ്ടാവും, അല്ലെങ്കിൽ മത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്പ്രേ അടിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും, നല്ല മണവും ഉണ്ടാവും. പിന്നെ മത്തീൻ്റെ ഒരു പച്ച മണമൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അടുക്കളയിൽ പണി മാത്രം കഴിയാൻ തന്നെ നമ്മൾക്ക് 11 മണിയൊക്കെ കഴിയും, 11:30 ആവും കേട്ടോ. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പിന്നെ നമ്മൾ ഈ ജോലീൻ്റെ ഇടയിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ആരെങ്കിലുമൊക്കെ വരും, അല്ലെങ്കിൽ ഫോൺ കോൾസ് വരും. പിന്നെ നമുക്ക് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ടൈമുകളിടയിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട് അടിച്ചു വാരി തുടക്കലൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് ജോലികളുണ്ടാവും. അപ്പോൾ എന്താണ് പെണ്ണുങ്ങൾക്ക് പണി എന്ന് ചോദിക്കണവരോടുള്ള മറുപടിയാണ് കേട്ടോ. അപ്പോൾ സഹായിക്കാൻ ആരും ഇല്ലാത്ത വീടുകളത്തെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ വീടൊക്കെ അടിച്ചു വാരി തുടച്ച് ബാത്റൂം കഴുകൽ അങ്ങനത്തെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും 2 മണിയൊക്കെ എന്തായാലും ആവും. അപ്പം വീട്ടമ്മമാർക്ക് എന്താ വീട്ടിൽ ജോലി എന്ന് പറയരുത് ആരും. ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും നല്ലോണം ജോലി ഉണ്ടാവും. ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കിച്ചണിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തെ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. നമ്മൾ എത്ര സ്പീഡ് മോഷനിൽ ഇട്ട് കഴിഞ്ഞാലും ലെങ്ത്ത് കൂടിപ്പോവാണ്. അപ്പോൾ ഞാൻ വേറൊരു വ്ളോഗിലൊക്കെ അങ്ങനെ കാണിക്കാം കേട്ടോ, ഓരോ സമയത്തൊക്കെ ആയിട്ട്. ഇപ്പോൾ അടുക്കളയൊക്കെ നല്ല നീറ്റായി ക്ലീനായി മനസ്സിനൊരു സമാധാനമായി. നമ്മൾ അടുക്കളയൊക്കെ എപ്പോഴും ക്ലീനാക്കി വെച്ചാലാണ് ബർക്കത്തും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അതായത് ഐശ്വര്യം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊന്നും മടി വിചാരിക്കാതെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞാൽ. പിന്നെ അതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ടേബിൾ തുടക്കണതാണ് കേട്ടോ. അപ്പോൾ ടേബിൾ തുടക്കണതിൽ എന്താ ഇപ്പോൾ ഇത്ര കാണിക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ ഗ്ലാസ് ടോപ്പ് ടേബിളാകുമ്പോൾ അത് ഉള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കൈ വെച്ചാൽ തന്നെ മതി, അതിലിങ്ങനെ ഒരു എണ്ണമഴുക്ക് പോലെ അടയാളങ്ങൾ വരും. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ എനിക്കിത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് വാങ്ങിക്കാൻ പോയ സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലത്തെ ഒരു ടേബിളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഗ്ലാസ് ടോപ്പ് തന്നെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇതാദ്യം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ച് തരുന്നു, എന്നിട്ടും ഒരു വൃത്തിയാവാത്ത പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ആണ് ടേബിൾ തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെയും കുറച്ച് നേരം വൃത്തി ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാത്രം കഴുകലും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു 11 മണി 11:30 ആകുമ്പോൾ ഇങ്ങനെ അതിൽ കുറച്ച് തൈരും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടിട്ട് കഴിച്ചാൽ നല്ലതാണ്. നമ്മൾ ക്ഷീണം വരില്ല, വിശപ്പ് പിന്നെ കുറയും. നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാൻ കുറച്ച് വൈകിയാലും നമുക്കിങ്ങനെ വിശന്ന് വിറയലൊന്നും വരില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒന്നുകിൽ ഇത് കഴിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക, അതല്ലെങ്കിൽ സൂപ്പ് കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടൈമിൽ ചെറുതായിട്ടൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെറുതായി കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു, ലഞ്ചിൻ്റെ ടൈമായി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ. പിന്നെ ലഞ്ച് കഴിഞ്ഞാലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അതിനൊക്കെയാണ് നിൽക്കാറുള്ളത് സാധാരണ, കിടന്ന് ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.